കണ്ണൂരിൻ്റെ രാഷ്ട്രീയ തട്ടകത്തിൽ നിന്ന് രാഷ്ട്രീയത്തിൻ്റെ 18 അടവും പഠിച്ച് പയറ്റിത്തെളിഞ്ഞ കെ സുധാകരൻ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും. 5 വർഷം പോലും തികയ്ക്കുന്നതിന് മുമ്പ് ഇപ്പോൾ കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അടപടലം അവിടെ വലിയ പുനഃസംഘടന ഉണ്ടാക്കേണ്ട സ്ഥിതിയിലേക്ക് കോൺഗ്രസ് മാറിയെങ്കിൽ അവിടെ സംഘടനാ പാകപ്പിഴ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയല്ലേ ഉയർന്നു വരുന്ന ചോദ്യം എന്ന് പലരും ചോദിക്കുന്നു. എന്നാൽ ഇപ്പോഴുള്ള പുനഃസംഘടനയിൽ പാർട്ടി നേതൃത്വം വലിയ ആത്മവിശ്വാസത്തിലാണ്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫിനെ കൊണ്ടുവന്നതിൽ ഒഴികെ ഷാഫി പറമ്പലിനും PC വിശ്വനാഥനും AP അനിൽകുമാറിനും അടൂർ പ്രകാശിനും ഒക്കെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനവും ജനങ്ങൾക്ക് വലിയ ആത്മവിശ്വാസവും ആവേശവും തരുന്ന മുഖങ്ങൾ തന്നെയാണ്. എന്നാൽ കണ്ണൂരുകാരനായ സണ്ണി ജോസഫിനെ ആർക്കറിയാമെന്ന ചോദ്യം വളരെ കാര്യമായി സാധാരണക്കാരായ ജനങ്ങളും പ്രവർത്തകരും ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായി വരുന്നതിനേക്കാൾ ഭേദം ആന്റോ ആന്റണിയും അല്ലെങ്കിൽ അടൂർ പ്രകാശും ആയിരുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയുമേറുന്നു. കെ മുരളീധരൻ KPCC അധ്യക്ഷനായിരുന്ന കാലത്ത് DCC അധ്യക്ഷനായിട്ട് കണ്ണൂർ ജില്ലയിലേക്ക് ആരെ കൊണ്ടുവരണമെന്ന് പണ്ട് കണ്ണൂരിൻ്റെ അവസാന വാക്കായ കെ സുധാകരനോട് ചോദിച്ചപ്പോൾ തൻ്റെ ഇഷ്ടക്കാരനായ സണ്ണി ജോസഫ് പോരെ എന്ന മറുചോദ്യം ചോദിച്ച കെ സുധാകരനെ സംബന്ധിച്ച് തനിക്ക് പകരം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരണമെന്ന ചോദ്യത്തിന് രണ്ടാമതൊന്നും ആലോചിക്കാതെ കെ സുധാകരൻ പറഞ്ഞ പേരും സണ്ണി ജോസഫിൻ്റെ തന്നെ ആയിരിക്കണമെന്നാണ് പാർട്ടി നേതൃത്വത്തിലെ ഒരു വിഭാഗം നേതാക്കന്മാർ പറയുന്നത്. അങ്ങനെ സണ്ണി ജോസഫ് ആ പദവിയിലേക്ക് എത്തുന്നു. ആന്റോ ആന്റണിയെ പോലുള്ള മുതിർന്ന നേതാക്കന്മാരെല്ലാം പുറത്താകുന്നു. ക്രൈസ്തവ മതവിശ്വാസികൾക്കും കത്തോലിക്ക സഭയ്ക്കുമൊക്കെ സ്വീകാര്യനായ സണ്ണി ജോസഫ് കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിനെതിരായി സൗമ്യതയുടെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷയിൽ സംസാരിച്ച സണ്ണി ജോസഫ് അങ്ങനെ പ്രത്യേകതകൾ ഏറെ മുൻപോട്ട് വെച്ചുകൊണ്ടായിരുന്നു സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരനും നിലവിലുള്ള പാർട്ടി നേതൃത്വവും AICCയോട് പോലും പലരും പറഞ്ഞ പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നായി സണ്ണി ജോസഫ് മാറിയിലെ പ്രധാന കാരണങ്ങൾ. ഇനി സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതോടുകൂടി വലിയ അധപ്പതനമാണ് പാർട്ടിക്കുണ്ടാകുവാൻ പോകുന്നത് എന്ന് ഇടതുപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ EP ജയരാജൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ് കെ സുധാകരൻ എന്നത് വാസ്തവമാണ്. സണ്ണി ജോസഫ് MLA ആണ് പുതിയ അധ്യക്ഷൻ. അതേസമയം അധ്യക്ഷനെ കണ്ടെത്തിയത് സംബന്ധിച്ച വലിയ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട് എന്നതും വാസ്തവം തന്നെ. അതിനിടയിൽ ഇപ്പോഴിതാ സുധാകരനെയും കോൺഗ്രസിനെയും വിമർശിച്ച രംഗത്തെത്തിയിരിക്കുന്നു EP ജയരാജൻ എന്ന CPMന്റെ നേതാവ്. ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ആ പ്രതികരണം ഇങ്ങനെയാണ്: സുധാകരൻ തന്റെ നേട്ടങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എണ്ണി പറയുന്നത് കേട്ടു. എന്നിട്ടും എന്തിനാണ് സുധാകരനെ മാറ്റി കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി സണ്ണി ജോസഫ് MLA നിയമിച്ചത് എന്നത് സുധാകരനോട് ഉന്നതാധികാര സമിതി പറഞ്ഞിട്ടില്ല. സുധാകരൻ പറയുന്നതിലൂടെ മനസ്സിലാകുന്നത് സുധാകരനെ കോൺഗ്രസ് പുറത്താക്കി എന്നുള്ളതാണ്. എന്നാൽ അത് തുറന്നു പറയാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, സുധാകരൻ ചെയ്ത തെറ്റുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് മറച്ചുവെക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇത് കോൺഗ്രസിന്റെ അകത്തും വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കോൺഗ്രസിന്റെ അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള അധികാരം കോൺഗ്രസ് നേതൃത്വത്തിനോ ഉന്നതാധികാര സമിതിക്കോ ഇല്ല എന്നുള്ളതാണ്. അതിൽ കൃത്യമായ ബാഹ്യ ഇടപെടലുകൾ നടന്നു എന്നുള്ളത് വ്യക്തമാണ്. ബാഹ്യശക്തികൾ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു. ജനാധിപത്യ പാർട്ടി എന്നുള്ള തരത്തിൽ ഒരു നടപടിയും അവർ സ്വീകരിച്ചില്ല. KPCC അല്ല ഇപ്പോൾ കോൺഗ്രസിന്റെ അധ്യക്ഷനായി സണ്ണി ജോസഫിനെ തീരുമാനിച്ചിട്ടുള്ളത്. സണ്ണി ജോസഫ് ആരുടെ പ്രതിനിധിയാണ്, ആരുടെ നിർദ്ദേശകനാണ് എന്നുള്ളതെല്ലാം കോൺഗ്രസിന് അകത്തിപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. അതുപോലെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ സണ്ണി ജോസഫിനോ കോൺഗ്രസിലോ ഏതെങ്കിലും ഒരു നേതാവിനോ വെള്ളാപ്പള്ളി ഉന്നയിച്ച കാര്യങ്ങളിൽ മറുപടി പറയാൻ ത്രാണിയില്ല എന്ന് മനസ്സിലായി. ഇത്തരത്തിൽ തങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങൾ പോലും പറയാൻ ത്രാണിയില്ലാത്ത കോൺഗ്രസ് ആരെ രക്ഷിക്കാനാണ്, ആരെ നയിക്കാനാണ് പോകുന്നത്? കോൺഗ്രസിന്റെ ദുർബലാവസ്ഥയാണ് ഇതിലൂടെ വെളിവാകുന്നത്. ഇത്തരം അവസ്ഥയിൽ അതിനു മുന്നേ കോൺഗ്രസ് എത്തിച്ചേർന്നിട്ടില്ല. ഇന്ന് കോൺഗ്രസ് തകർച്ചയുടെയും അധപ്പതനത്തിന്റെയും വഴിയിലാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള ജനവിശ്വാസത്തെയും ബഹുജന പിന്തുണയെയും പ്രതിരോധിച്ച് മുൻപോട്ട് വരുവാനുള്ള കരുത്തൊന്നും കോൺഗ്രസിന് നിലവിലില്ല എന്ന് ജനങ്ങൾക്കറിയാം. അത്രത്തോളം കരുത്തുറ്റ പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരും നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഭാവി ദേശീയ തലത്തിലും കേരളത്തിലും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ നേതൃത്വത്തിന് വന്നു ചേരുന്ന അപജയങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കോൺഗ്രസ് അണികൾക്കും കഴിയേണ്ടതുണ്ട്. ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ് EP ജയരാജൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. അതായത് നിലവിലുള്ള KPCC അധ്യക്ഷനെ തീരുമാനിച്ചിരിക്കുന്നത് സഭയാണ് എന്ന് പറയാതെ പറയുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു ബാഹ്യശക്തി നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് KPCC മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം കോൺഗ്രസിന്റെ അധപ്പതനമാണെന്ന് പറഞ്ഞു വെക്കുന്ന EP ജയരാജൻ അവസാന വാക്കുകളിൽ പറയാതെ പറയുന്നത് ഇടതുപക്ഷം തന്നെ വീണ്ടും അധികാരത്തിലേക്ക് എത്തുമെന്നാണ്. അത്ര വലിയ ജനപിന്തുണയും ബഹുജന പങ്കാളിത്തവും ഇടതുപക്ഷത്തോടൊപ്പമുണ്ടെന്ന് പറഞ്ഞു വെക്കുന്ന EP ജയരാജന്റെ വാക്കുകൾ ഇനി ഏതൊക്കെ തരത്തിൽ ചർച്ചയാകുമെന്ന് കണ്ടറിയേണ്ടതാണ്.